ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് 3 നോമ്പ് ആരംഭിക്കുകയാണ്. ഈ 3 നോമ്പിനെ നന്നായിട്ട് നോമ്പെടുത്ത് അത് ആത്മാവ് പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് പ്രാർത്ഥന വർദ്ധിപ്പിച്ച് ഒരുപാട് പരിഹാര പ്രായശ്ചിത്ത പ്രവർത്തികളൊക്കെ ചെയ്യുന്ന അത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ശുശ്രൂഷകളുള്ള ദേവാലയങ്ങളിൽ ഒക്കെ നിങ്ങൾ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും നല്ലതാണ്. കുറവിലങ്ങാടും കടുത്തുരുത്തിയൊക്കെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. അങ്ങനെ നിങ്ങളുടെ സമീപപ്രദേശങ്ങളിലുള്ളതൊക്കെ പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇന്ന് നിങ്ങളുടെ എല്ലാവരും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നന്നായിട്ടൊരു 3 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു അഭിഷേകം കിട്ടാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചേക്കാം അല്ലേ. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി കൂടി പ്രത്യേകം സമർപ്പിക്കുകയാണ് പ്രാർത്ഥനാ നിയോഗങ്ങൾ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നമ്മൾ എങ്ങനെ വിശേഷണം കൊടുക്കും എന്നുള്ളതാണ് തലക്കെട്ട്. യൂദത്തിന്റെ പുസ്തകം 11:17 പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് ബുക്ക് ഓഫ് ജോഡി ചാപ്റ്റർ 11:17. അവിടെ ഹോളോ ഫർണസ് ആയിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ യൂദത്ത്. അപ്പൊ യൂദത്ത് സംസാരിക്കുമ്പോൾ യൂദത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. യൂദത്ത് തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്. എന്താണ് യൂദത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആദ്യം പറയാം, ഈ ദാസി സ്വർഗത്തിലെ ദൈവത്തെ രാപ്പകൽ സേവിക്കുന്ന ഒരു ഭക്തയാണ്. അതായത് യൂദത്ത് ആരാണ്, താൻ ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ശത്രുവാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ പരിചയപ്പെടുത്തുമ്പോൾ കൊടുക്കുന്ന ഒരു വിശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഒന്നാമത്തെ പറയാണ്, ഇത് ഞാനൊരു ദാസിയാണ്, ഒരു ദാസിയാണ്. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും പുതിയ നിയമത്തിലെ ചില വചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരണം അല്ലേ. അതായത് കടമ നിർവഹിച്ചതേ ഉള്ളെന്ന് പറയുന്നത് വെറും ഒരു ദാസനാണ്. ഈശോ യോഹന്നാന് ശേഷം അല്ലേ കാലുകൾ കഴുകുമ്പോൾ ഒരു ദാസനാണ് അല്ലേ. ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നത് ഏലീഷാവുണ്ട്, ഒന്ന് രാജാക്കന്മാരെ കിടക്കുന്നുണ്ട്, ദാസനാണ് അല്ലേ, ദാസിയാണ്. എന്നൊരു പറയാ. അപ്പൊ അതുകൊണ്ട് ഈ ദാസി പിന്നെ അത് സ്വർഗത്തിലെ ദൈവത്തെ രാപ്പകൽ സേവിക്കുക. അപ്പൊ നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്താ, കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന വെറൊരു ദാസനാണ്. ബൈബിളിൽ എത്രയോ രംഗങ്ങളിൽ അങ്ങനെ കാണുന്ന നിങ്ങൾ ചിന്തിച്ചു. സ്നാപയോനെ കുറിച്ച് പറയുമ്പോൾ എന്താ അല്ലെ, മരുഭൂമിയിൽ അല്ലെ വിളിച്ചു പറയുന്ന കർത്താവിന്റെ സ്വരം, ദൈവപുരുഷൻ. 1 രാജാക്കന്മാർ 13 ഒരു പ്രവാചകനെ കുറിച്ച് പറയുകയാണ്, ദൈവപുരുഷൻ, പേരുപോലും ഇല്ല അല്ലേ. എന്റെ പേര് യൂദിത്ത എന്നാണ് എന്ന് പറഞ്ഞിട്ടല്ലല്ലോ പരിചയപ്പെടുത്തിയത് അല്ലെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ അല്ലേ.